നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയിൽ അപകടങ്ങൾ തുടർക്കഥ. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പാലക്കുന്നിലും ചെമ്മനാട്ടിലും ലോറികൾ മറിഞ്ഞ് അപകടം. പി ബാലകൃഷ്ണൻ നായർ ഇനി ക്രൈംബ്രാഞ്ച് SP. കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായാണ് പുതിയ ചുമതല. ടാറിംഗ് കഴിഞ്ഞ് 40 ദിവസത്തിനകം തകർന്ന് കോട്ടക്കണി ബട്ടംപാറ അശോക് നഗർ റോഡ്. വിജിലൻസ് അന്വേഷണം തുടങ്ങി. അബ്ദുൽ-റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. സ്റ്റാർട്ടാക്കുവാനുള്ള ശ്രമത്തിനിടെ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 1.5 വയസ്സുകാരിക്ക് ദാരുണ മരണം. മുള്ളേരിയയിലായിരുന്നു സംഭവം. ലോക ക്ഷീരദിനം. മധൂരിൽ ക്ഷീര കർഷകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുന്നു. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പാലക്കുന്നിലും ചെമ്മനാട്ടിലും ലോറികൾ മറിഞ്ഞ് വലിയ 2 അപകടങ്ങളാണുണ്ടായത്. 2 ഇടങ്ങളിലും ലോറികൾ ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന പാതയായ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയിൽ അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ ആശങ്കയുയർത്തുന്നു. ദേശീയപാതയേക്കാളും എളുപ്പത്തിലും വേഗത്തിലും എത്താമെന്നതിനാൽ മിക്കവരും KSTP പാതയെയാണ് യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. വലിയ ദീർഘദൂര വാഹനങ്ങൾ രാത്രിപകൽ വ്യത്യാസമില്ലാതെ ചീറിപ്പായുന്ന ഈ പാതയിൽ ഏത് സമയത്തും അപകടം സംഭവിക്കാമെന്ന അവസ്ഥയാണുള്ളത്. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പാലക്കുന്നിലും ചെമ്മനാട്ടിലും ലോറികൾ മറിഞ്ഞ് വലിയ 2 അപകടങ്ങളാണുണ്ടായത്. പാലക്കുന്നിൽ ഡിവൈഡറിൽ ഇടിച്ചു കയറിയ ലോറി ഇരുമ്പ് തൂണുകളടക്കം തകർത്താണ് റോഡിലേക്ക് മറിഞ്ഞത്. പാലക്കുന്ന് ടൗണിലെ കിളിർ ജുമാ മസ്ജിദിന് മുന്നിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കോലാപൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പഞ്ചസാര കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടത്തിൽ നിന്നും ഡ്രൈവറും ക്ലീനറും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പാലക്കുന്നിലെ ഡിവൈഡറിനകത്ത് ഉദുമ പഞ്ചായത്ത് ഇന്റർലോക്ക് പാകുകയും അതിനടിയിൽ ഉയരമുള്ള ഇരുമ്പു തൂണിൽ സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിലെ 4 തൂണുകളും അത്രയും നീളത്തിൽ ഇന്റർലോക്കുകളും ലോറിയിടിച്ച് തകർന്നു. മറിഞ്ഞ ലോറിയിൽ നിന്നും തെറിച്ചു വീണ പഞ്ചസാര ചാക്കുകൾ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് റോഡരികിലേക്ക് മാറ്റി പ്ലാസ്റ്റിക് ഷീറ്റിട്ട് രാത്രി തന്നെ മൂടി സുരക്ഷിതമാക്കി. തുടർന്ന് ഇവ മറ്റൊരു ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. ചെമ്മനാട് ചന്ദ്രഗിരിപ്പാലം കഴിഞ്ഞുള്ള ഡിവൈഡറിലിടിച്ചാണ് 2ാമത്തെ ലോറി അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ആക്സിൽ തകർന്ന് മുൻവശത്തെ ടയറുകൾ വേർപെട്ട നിലയിലായിരുന്നു. അപകട സമയത്ത് മറ്റ് വാഹനങ്ങളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. KSTP പാതയിൽ സൈൻ ബോർഡുകളില്ലാത്തതും വിളക്കുകൾ സ്ഥാപിക്കാത്തതും റിഫ്ലക്ടറുകളില്ലാത്തതുമെല്ലാമാണ് അപകടത്തിന് കാരണമാകുന്നത്. പ്രാദേശിക വാഹനങ്ങൾക്ക് ഇത് പ്രശ്നമാകുന്നില്ലെങ്കിലും ദീർഘദൂര ഡ്രൈവർമാരെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നു. വാഹനപ്പെരുപ്പം കൂടിയതും ഇതോടൊപ്പം പ്രവൃത്തിയിലെ നിലവാരമില്ലായ്മയും മഴയുമെല്ലാം കാരണം KSTP റോഡിലെ പല ഭാഗങ്ങൾ തകരുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് അപകടങ്ങൾക്കുള്ള മറ്റ് കാരണങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പി ബാലകൃഷ്ണൻ നായർ ഇനി ക്രൈംബ്രാഞ്ച് SP. കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായിരുന്ന പി ബാലകൃഷ്ണൻ നായരെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായാണ് നിയമിച്ചത്. കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി മാറുകയാണ്. കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായി നിയമിച്ചു. കേസ് അന്വേഷണത്തിലും ഏകോപനത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് പി ബാലകൃഷ്ണൻ നായർ. പുതിയ ചുമതല ഇദ്ദേഹത്തിന്റെ മികവിനുള്ള അംഗീകാരമായി മാറി. പാലക്കുന്ന് സ്വദേശിയായ ബാലകൃഷ്ണൻ നായർ നേരത്തെ കാഞ്ഞങ്ങാട് കാസർഗോഡ് DYSPയായും സേവനം ചെയ്തിരുന്നു. ബാലകൃഷ്ണൻ നായരെ കൂടാതെ കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ KV വേണുഗോപാൽ, MP വിനോദ് എന്നിവരെയും ക്രൈംബ്രാഞ്ച് SPമാരായി നിയമിച്ചു. വേണുഗോപാലിനെ കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായും വിനോദിനെ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേധാവിയുമായാണ് നിയമിച്ചത്. ഇതിൽ വേണുഗോപാൽ ചീമേനി സ്വദേശിയും വിനോദ് പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശിയുമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ടാറിംഗ് കഴിഞ്ഞ് 40 ദിവസത്തിനകം തകർന്ന് കോട്ടക്കണി ബട്ടംപാറ അശോക് നഗർ റോഡ് 6 ലക്ഷം രൂപ ചിലവിൽ ചെയ്ത റീടാറിംഗ് ആണ് തകർന്ന് ഇളകി ഒലിച്ചു പോയത്. നിലവിൽ ഇതുവഴി വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രവൃത്തിയിലെ നിലവാരമില്ലായ്മയാണ് ടാറിംഗ് ഇളകിപ്പോകുവാൻ കാരണമെന്നാണ് ആരോപണം. സംഭവത്തിൽ പ്രദേശവാസി നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോട്ടക്കണിയിൽ നിന്നും ബട്ടംപാറയിലേക്കും കൂടാതെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന അശോക് നഗറിലേക്കും പോകുവാനുള്ള റോഡിന്റെ ടാറിംഗ് തകർന്നതിനെ തുടർന്നുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമാണ്. റീടാറിംഗ് കഴിഞ്ഞ് വെറും 40 ദിവസത്തിനകമാണ് ഇത്തരത്തിൽ റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. 330 മീറ്ററോളം റീടാറിംഗ് ചെയ്ത ഭാഗത്ത് പലയിടങ്ങളിലുമായി ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ നിന്നും ടാറിംഗ് ഒഴുകിപ്പോയി കല്ലുകളെല്ലാം പുറത്ത് കാണാവുന്ന നിലയിലാണ്. കല്ലുകൾ ഇളകി നിൽക്കുന്നതിനാൽ ഇതുവഴി വാഹനയാത്ര തീർത്തും ദുഷ്കരമാണ്. ഇതേ തുടർന്ന് പ്രദേശവാസികളും ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടവരും കടുത്ത ദുരിതമാണ് നേരിടുന്നത്. പ്രവൃത്തിയിലെ നിലവാരമില്ലായ്മയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ടാറിംഗ് ഇളകിപ്പോകുവാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ടാറിംഗ് ഒരു മാസമായിട്ടില്ല, മഴവെള്ളത്തിൽ കലങ്ങിയിട്ട് പോയി. അപ്പം ടാറിംഗ് ഇടുന്നതോ മഡ്വായിൽ ഇടുന്നതോ മിക്സ് ആക്കുന്നതോ എനിക്ക് അറിയാറുണ്ട്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ചോദിക്കുന്നത്, ഈ ടാറിംഗ് ഇടുമ്പോൾ എഞ്ചിനീയർമാർ കൂടെ ഇല്ലേ? അപ്പോൾ ഈ എഞ്ചിനീയർമാർ എന്നെ അന്വേഷിക്കണ്ടേ? അവർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നില്ലേ? അപ്പോൾ ഈ ഉത്തരവാദിത്തമുള്ള നാട്ടിലൊരു പണിയെടുക്കുമ്പോൾ കോൺട്രാക്ടർമാർക്ക് മാത്രം വിട്ടുകൊടുത്താൽ മതിയാണ്. ടാറിംഗ് തകർന്നത് പ്രദേശവാസികളിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഗൗരവമായ വിഷയമായിട്ടും അധികൃതർ വിഷയത്തിൽ ഇടപെടാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. സംഭവത്തിൽ പ്രദേശവാസിയായ വികാസ് നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ടാറിംഗ് ചെയ്തിട്ട് ഒരു മഴയ്ക്ക് 4 ദിവസം മുമ്പ് റോഡ് മുഴുവനും തകരാറിലായി. അതിനാൽ ഞാൻ കഴിഞ്ഞ 27-ാം തീയതി ഇതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് കാസർഗോഡ് വിജിലൻസിന് ഒരു പരാതി കൊടുക്കുകയും അത് പ്രകാരം അതിപ്പം അന്വേഷിച്ച് വരികയുമാണ്. മുഴുവനും പൊളിഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവസ്ഥ. വിജിലൻസ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായും അത് കുറച്ച് മർമ്മപ്രധാനമായ കേസായതിനാൽ ട്രിവാൻഡ്രത്തേക്ക് അയച്ചുകൊണ്ട് അവർ അതിൻ്റെ നടപടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിച്ചുവെന്നും അറിയാൻ കഴിഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന പ്രവൃത്തികളിലൂടെ ലക്ഷങ്ങളാണ് വെള്ളത്തിലാവുന്നത്. പ്രവൃത്തി നടത്തുമ്പോൾ അതിന്റെ നിലവാരം കൂടി പരിശോധിക്കുവാൻ ബന്ധപ്പെട്ടവർ സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് തടയിടുവാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ബണ്ട്വാളിലെ പിക്കപ്പ് വാൻ ഡ്രൈവർ അബ്ദുൽ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ശൃംഗേരിയിലെ ബെട്ടഗരെ സ്വദേശി രവി സഞ്ജയാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. ബണ്ട്വാൾ കൊൽത്തമജൽ സ്വദേശിയും പ്രാദേശിക പള്ളിയുടെ സെക്രട്ടറിയും പിക്കപ്പ് വാൻ ഡ്രൈവറുമായ അബ്ദുൽ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. ശൃംഗേരിയിലെ ബെട്ടഗരെ സ്വദേശിയായ രവി സഞ്ജയ് എന്നയാളെയാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബണ്ട്വാൾ ശിവജിനഗർ സ്വദേശികളായ പൃഥ്വിരാജ് ചിന്തൻ, ബണ്ട്വാൾ കുരിയാല സ്വദേശി ദീപക്, ബടകബെള്ളൂരു സ്വദേശി തേജാക്ഷ, രവിരാജ്, തെങ്കബെള്ളൂരുവിലെ അബിൻ റായ്, സുമത് ആചാര്യ എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 27-ന് വൈകിട്ടാണ് അബ്ദുൽ റഹ്മാനെ ഇറക്കോടിയിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. റഹ്മാനും സഹായിയായ കലന്തർ ഷാഫിയും പിക്കപ്പ് വാനിൽ നിന്നും മണൽ ഇറക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അബ്ദുൽ റഹ്മാനെ രക്ഷിക്കാനായില്ല. അക്രമികളുടെ വെട്ടേറ്റ കലന്തർ ഷാഫി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മംഗളൂരുവിനെ തന്നെ നടുക്കിയ ഈ കൊലപാതക കേസിൽ ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് ബണ്ട്വാൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കീഴിൽ 5 സംഘങ്ങൾ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നാട്ടിലെ പ്രമുഖ കർഷകനായ നാരായണ നായിക്കിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേക ചർച്ചാവേദിയൊരുക്കി ASBS കുംട്ടിക്കാനയിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ക്ഷീരകർഷകനായ 7ാം ക്ലാസ് വിദ്യാർത്ഥി സുദീപ് പരിസ്ഥിതി ദിനത്തിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പ്രത്യേക ചർച്ചാവേദിയൊരുക്കി ASBS കുംട്ടിക്കാനയിലെ വിദ്യാർത്ഥികൾ. സ്പെഷ്യൽ അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ A രാധാകൃഷ്ണൻ ബോധവൽക്കരണം നടത്തി. കന്നഡ, മലയാളം ഭാഷകളിലായി വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഇക്കോ ക്ലബ്, സയൻസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ നാട്ടിലെ പ്രമുഖ കർഷകനായ നാരായണ നായിക്കിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചാവേദി നടത്തി.
വിവിധ ഔഷധ ചെടികളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം കുട്ടികളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുകയും ചെയ്തു. സ്കൂളിലെ ക്ഷീരകർഷകനായ 7ാം ക്ലാസ് വിദ്യാർത്ഥി സുദീപ് സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചു. വൃക്ഷത്തൈ നടലിന് നാരായണ നായിക്, ചന്ദ്രഗോപാലയും നേതൃത്വം നൽകി. ഹെഡ്മാസ്റ്റർ എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അധ്യാപിക കെ മൂകാംബിക, സ്റ്റാഫ് സെക്രട്ടറി ബി പ്രശാന്ത് കുമാർ, SRG കൺവീനർ കെ ദിന, മീഡിയ കോർഡിനേറ്റർ അബ്ദുൽ സലാം പി എന്നിവർ സംസാരിച്ചു. ഇക്കോ ക്ലബ് കൺവീനർ ജ്യോതി കെ സ്വാഗതവും അൻവിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തള്ളി സ്റ്റാർട്ടാക്കുവാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ കാറിനടിയിൽപ്പെട്ട് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മുള്ളേരിയയിലായിരുന്നു സംഭവം. കറടുക്ക ബെള്ളികയിലെ ഹരിദാസിൻ്റെയും ശ്രീവിദ്യയുടെയും മകൾ ഹൃദ്യനന്ദയാണ് മരണപ്പെട്ടത്. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുള്ളേരിയ കാർലയിൽ കഴിഞ്ഞ ദിവസം 5 മണിയോടെയായിരുന്നു അപകടം. ഹരിദാസ്, ശ്രീവിദ്യ ദമ്പതികളുടെ 2ാമത്തെ മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത്. സഹോദരി ദേവനന്ദയ്ക്ക് നിസ്സാര പരിക്കേറ്റു. ബന്ധുവിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഹരിദാസും കുടുംബവും. മുള്ളേരിയ ബദിയെടുക്ക റോഡിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഇവരുടെ വീട്. പ്രധാന റോഡ് കടന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിൽ മഴവെള്ളം പോകാനുണ്ടാക്കിയ മൺതിട്ടയിൽ തട്ടി കാർ ഓഫായി. കുറേ നേരം ശ്രമിച്ചിട്ടും സ്റ്റാർട്ടായില്ല. ഭാര്യയോടും മക്കളോടും വീട്ടിലേക്ക് നടക്കാൻ പറഞ്ഞ ശേഷം ഹരിദാസ് കാറിൽ നിന്നിറങ്ങി ഒറ്റയ്ക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു. അതിനിടെ മുന്നോട്ടു നീങ്ങിയ കാർ റോഡരികിലെ ഭിത്തിയിലിടിച്ച് ഹൃദ്യനന്ദയുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനങ്ങളുടെ സഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നടന്നുവരുന്ന ദേശീയപാത നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളുടെ അഴിമതി നടത്തുവാനുള്ള ഉപാധിയാക്കി മാറ്റിയതാണ് പാതകൾ തകർന്നടിയുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം ചെറുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ ഏറ്റെടുത്തവരും ഉപകരാറെടുത്തവരും നാടിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിൽ കുഴിച്ചെടുക്കുകയും ഇടിച്ചു നിരത്തുകയുമാണ് നടത്തിവരുന്നതെന്ന് PK ഫൈസൽ ആരോപിച്ചു. യോഗത്തിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, MA സിനാർ, KPCC അംഗങ്ങളായ ശാന്തമ്മ ഫിലിപ്പ്, കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, DCC ഭാരവാഹികളായ ജെയിംസ് പന്തമാക്കൽ, KP പ്രകാശൻ, മാമുനി വിജയൻ, ടോമി പ്ലാച്ചേരി, MC പ്രഭാകരൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോയ് ജോസഫ്, മടിയൻ ഉണ്ണികൃഷ്ണൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ജൂൺ 21 മുൻപ് നിയോജക മണ്ഡലത്തിന് കീഴിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നേതൃയോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മേലുദ്യോഗസ്ഥരുടെ വിരോധത്തെ തുടർന്ന് സമാനതകളില്ലാത്ത സർവീസ് പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നതെന്ന് വെള്ളരിക്കുണ്ട് മാലക്കല്ല് സ്വദേശിനിയായ ഡോക്ടർ സുനി ജോസഫ്. വനിതാ കമ്മീഷന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും അനുകൂല ഉത്തരവുകൾക്ക് പോലും ഒരു വിലയും കൽപ്പിക്കാതെ തന്നെ 12 വർഷത്തോളമായി സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്നും പുറത്തു നിർത്തിയിരിക്കുകയാണെന്ന് സുനി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ കൃത്യമായി ചികിത്സിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്നും പിന്നീട് നിരപരാധിത്വം തെളിഞ്ഞിട്ടും ജോലിയിൽ തിരിച്ചെടുത്തില്ലെന്നുമാണ് ഡോക്ടർ സുനി ജോസഫിന്റെ ആരോപണം. ഈ സംഭവത്തിൽ തനിക്ക് ഒരേ ദിവസം സ്ഥലം മാറ്റവും സസ്പെൻഷനും ലഭിച്ചു. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായില്ലെന്ന് തെളിഞ്ഞിട്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാതെ സസ്പെൻഷൻ നീട്ടുകയായിരുന്നു. വിഷയത്തിൽ വനിതാ കമ്മീഷനെ സമീപിച്ചു. തുടർന്ന് 11 തവണ ഹിയറിംഗ് നടത്തിയ ശേഷം തന്നെ തിരിച്ചെടുക്കാൻ കമ്മീഷനും ഉത്തരവിട്ടു. എന്നിട്ടും സസ്പെൻഷൻ പിൻവലിച്ചില്ലെന്നും സുനി ജോസഫ് വിശദീകരിച്ചു. 2 ഹൈക്കോടതി ഉത്തരവുകൾ തന്നത് അനുസരിച്ചിട്ടില്ല. ഇവരുടെ ഇഷ്ടനിർവഹണം മാത്രം. വനിതാ കമ്മീഷൻ മാഡംസ് അടിയന്തര റിപ്പോർട്ട് 11 പ്രാവശ്യം ചോദിച്ചിന് ഈ ജില്ലാ കളക്ടറോടും ആരോഗ്യ സെക്രട്ടറിയോടും. നോ ആൻസർ. അപ്പോൾ വനിതാ കമ്മീഷനെ പോലും അനുസരിക്കാത്തവർ പിന്നെ ഈ ഒരു പെൺകുട്ടിയെ അനുസരിക്കുക, എൻ്റെ ഫാമിലി അനുസരിക്കുക, എൻ്റെ പിതാവിൻ്റെ ജീവൻ വരെ എടുത്തിനവർ. 6 മാസമാണ് സസ്പെൻഷൻ. പക്ഷേ ഇവർ ദേഷ്യത്തിന് ചെയ്യുമ്പോൾ ഇവരുടെ ലക്ഷ്യം വനിതാ കമ്മീഷന് പരാതി കൊടുത്തതിന് ശേഷം എതിർകക്ഷികൾക്ക് സർവീസിൽ നിന്ന് ഏത് വിധേനയും പറഞ്ഞു വിടണം. അതിനാണ് ഈ രോഗിയെ പരിശോധിച്ചുള്ള കുറ്റം കാണിച്ചത്. അപ്പം ഞാൻ പോയി ഇല്ല, ഒന്നുമില്ല. കുറ്റം ചെയ്തവർക്ക് വരെ സസ്പെൻഷൻ അലവൻസ് ഉണ്ട്. കുറ്റം ചെയ്തവർക്ക് വരെ അവർക്കും 6 മാസത്തെ സസ്പെൻഷനേ ഉള്ളൂ. ഇതുകൊണ്ട് കുറ്റം ചെയ്യുകയുമില്ല, സസ്പെൻഷൻ അലവൻസും ഇല്ല, ഒന്നുമില്ല. അതാണ് കളി. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം ഹെൽത്ത് അതോറിറ്റി അടുത്ത് പോയിട്ട് നിരപരാധിത്വം ബോധ്യപ്പെട്ടത്, അത് തെളിയിച്ചത്.
ഇതുവരെയുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നും ദ്രോഹിച്ചവർക്കെതിരെ നിയമ നടപടി തുടരണമെന്നും ഡോക്ടർ സുനി ജോസഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷീരദിനത്തിന്റെ ഭാഗമായി അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീരദിനാചരണവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷീരദിനത്തിന്റെ ഭാഗമായി ആനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്ഷീരദിനാചരണവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സുമ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഉമേഷ് കെട്ടി, യശോദ, സെക്രട്ടറി അജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വെറ്റിനറി ഡോക്ടർ ശബരിനാഥ് പാലിന്റെ ഗുണമേന്മയെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളായ ക്ഷീര കർഷകരെ മൊമന്റോ നൽകി ആദരിച്ചു. CDS മെമ്പർമാർ, അനിമൽ ഹസ്ബൻഡറി കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരായ രമ്യ, പ്രജിത, ശ്രീലത എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. റിസോഴ്സ് പേഴ്സൺ ഹർഷിത സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ശ്രീലത നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ബഡ് സ്കൂളിൽ പാൽ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്തെ പ്രധാന പാതയായ മുടിമാർ സുങ്കതകട്ടെ റോഡ് പൂർണ്ണമായും തകർന്നതോടെ കടുത്ത യാത്രാ ദുരിതം. ഗതാഗതം മുടങ്ങിയതോടെ ജോലിക്ക് പോകുവാൻ സാധിക്കാതെ തൊഴിലാളികളും സ്കൂളുകളിലേക്ക് പോകുവാൻ സാധിക്കാതെ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലാണ്. ആശുപത്രികളിൽ എത്തുവാൻ രോഗികളും നന്നേ പ്രയാസപ്പെടുന്നു. വർക്കാടി പഞ്ചായത്തിലെ 2ാം വാർഡും 15ാം വാർഡുകളിലും ഉൾപ്പെടുന്ന മുടിമാർ സുങ്കതകട്ട കർണാടക അതിർത്തി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് പൂർണ്ണമായും തകർന്നതോടെ കടുത്ത യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത്. ഏകദേശം 250ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡ് വളരെ ദയനീയമായ അവസ്ഥയിലാണുള്ളത്. 15 വർഷം മുൻപ് നിർമ്മിച്ച ഈ റോഡ് ടാർ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നുവെങ്കിലും ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ മൂലം നടപടി ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ പദ്ധതി പിൻവലിക്കപ്പെട്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി മംഗളൂരു പോലെയുള്ള നഗരങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്കായി പോകേണ്ട തൊഴിലാളികൾക്കും ഈ റോഡാണ് ഒരേയൊരു മാർഗം. മഴക്കാലം തുടങ്ങിയതോടെ ഈ റോഡ് കടക്കുകയെന്നത് യാത്രക്കാർക്ക് വലിയൊരു പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും പ്രായമായവർക്കും ചെളിയിലൂടെ നടന്നു പോകേണ്ട അവസ്ഥയാണുള്ളത്. റോഡ് തകർന്നതിനാൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണുള്ളത്. നാടാകെ വികസനങ്ങൾ നടക്കുമ്പോൾ കേരള കർണാടക അതിർത്തി പ്രദേശമായ ഓർക്കാടി പഞ്ചായത്തിലെ മുടിമാർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഏകദേശം 250 കുടുംബങ്ങൾക്ക് റോഡില്ലാതെ അവർ പാടുപെടുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു പ്രാവശ്യം മാത്രം അറ്റകുറ്റപ്പണി നടന്ന ഈ റോഡിൽ ഒരു ടാറിങ് പോലും ഇതുവരെ നടത്തിയില്ല. കുറച്ച് ദിവസം മുമ്പുണ്ടായ മഴയ്ക്ക് ആ റോഡ് മുഴുവൻ നാശമായിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു സഞ്ചാരയോഗ്യമായ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. പലതവണ മുഖ്യമന്ത്രിക്കടക്കം നിവേദനം നൽകി. ഇവിടുത്തെ MLA, MP, ജില്ലാ ഭരണകൂട്ടത്തിന് ഒരുപാട് തവണ അവർ ഇവിടുത്തെ ജനങ്ങൾ മീറ്റിംഗ് ചേർന്നുകൊണ്ട് നിവേദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 10-20 വർഷം മുമ്പാണ് ഒരു 100 മീറ്റർ അറ്റകുറ്റപ്പണി ഇവിടെ നടന്നത്. അതിനുശേഷം ഈ റോഡിൽ ഒരു വികസനവും നടന്നിട്ടില്ല. രോഗികളും ഗർഭിണികളും വിദ്യാർത്ഥികളുമെല്ലാം വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഇതറിയാത്തതായി നടിക്കുകയാണെന്നും നടപടിക്കായി സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. റോഡായിട്ട് 10-30 കൊല്ലമായി. ഈ 30 കൊല്ലത്തിൽ എല്ലാ മഴക്കാലത്തിലും ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർ ഒരു 1000 രൂപ 2000 രൂപ എല്ലാ വീട്ടിൽ നിന്ന് കളക്ഷൻ ആക്കിയിട്ട് JCB കൊടുത്തിട്ട് ഞങ്ങൾ ഇത് മെയിൻറ്റെയിൻ ആക്കുന്നുണ്ട്. ഒരാൾ ഒരു അധികാരി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. 300 വീടുണ്ട് ഈ റൂട്ടിൽ. പിന്നെ ഒരു 10-50 കുട്ടികൾ ഇങ്ങനെ മാലിംഗേശ്വര സ്കൂളിൽ പോകുന്നു. ഇതേ റൂട്ടിൽ പോകണം അവർക്ക്. ഇപ്പോൾ ഈ ഇത് 4-5 ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്കൂൾക്ക് ഒരു ഓട്ടോറിക്ഷ സ്കൂൾ വാൻ എന്താ പാസ്സാകുന്നില്ല. പിന്നെ ഒരു 10-15 കിലോമീറ്റർ ചുറ്റി കറങ്ങിയിട്ടാണ് ഞങ്ങൾ സ്കൂൾക്ക് കുട്ടികളിലും വിടുന്നത്. ഈ വർഷത്തെ ആദ്യ മഴയിൽ തന്നെ റോഡ് ചെളിക്കുളമായത് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും പ്രതികരണമൊന്നുമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
സംസ്ഥാനത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണി വികസിപ്പിക്കുകയും ആധുനിക മേഖലകളിൽ തൊഴിൽ സജ്ജമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന നൈപുണി വികസന കേന്ദ്രങ്ങൾക്ക് ജില്ലയിലെ 14 വിദ്യാലയങ്ങളിൽ തുടക്കം കുറിച്ചു. മാറിയ കാലത്ത് നിർമ്മിത ബുദ്ധി ഡിവൈസ് ഇൻസ്റ്റലേഷൻ മുതൽ ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ വരെ 29 ആധുനിക കോഴ്സുകളാണ് പരിശീലിപ്പിക്കുന്നത്. പൈലറ്റ് പദ്ധതിയായി ജില്ലയിൽ കുഞ്ചത്തൂർ GVHS നൈപുണി വികസന കേന്ദ്രം കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. 25 പേരടങ്ങുന്ന 2 ബാച്ചിനായിരുന്നു പ്രവേശനം. പഠനം സൗജന്യമാണ്. പദ്ധതി വൻ വിജയമായതോടെ ജില്ലയിലാകെ ഈ വർഷം 14 വിദ്യാലയങ്ങളിലാണ് നൈപുണി വികസന കേന്ദ്രങ്ങൾ തുറന്നത്. ഓരോ കേന്ദ്രത്തിലും പരിശീലനത്തിനും ഉപകരണങ്ങൾക്കുമായി 21.5 ലക്ഷം രൂപ അനുവദിച്ചു. 2025-26 വർഷത്തെ ജില്ലയിലെ 14 കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കി. ജില്ലയിലെ 700 കുട്ടികൾക്കാണ് പ്രവേശനം ലഭിച്ചിട്ടുള്ളത്. 3 കോഴ്സുകൾക്ക് +2ഉം ബാക്കിയുള്ളവയ്ക്ക് 10ാം ക്ലാസ്സുമാണ് യോഗ്യത. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദേശീയ സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് നൽകും. മൂല്യനിർണ്ണയത്തിൻ്റെയും സർട്ടിഫിക്കേഷൻ്റെയും ചുമതല പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSE പരീക്ഷാ വിഭാഗത്തിനാണ്. 23 വയസ്സാണ് പ്രായപരിധി. സർക്കാർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, VHSE സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. നൈപുണി വികസന കേന്ദ്രത്തിന്റെ കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. അവർ SSLC പഠിച്ചവരാകാം, ഡിഗ്രി പഠിച്ചവരാകാം, അല്ലെങ്കിൽ +2 പഠിച്ചവരാകാം, VHSE പഠിച്ചവരാകാം. അത്തരം കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ നൈപുണ്യം നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കോഴ്സ് സർക്കാർ പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSK കാസർഗോഡ് DPC VS ബിജുരാജ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. ചന്ദ്രമതി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ K. ഷീജ, VHSE പ്രിൻസിപ്പാൾ VK രാജേഷ്, സ്കിൽ കോർഡിനേറ്റർ P. നിഹിത, VV സുബ്രഹ്മണ്യൻ, AVGG പ്രധാനാധ്യാപിക EK ബൈജ, PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, T. മധുസൂദനൻ, K. അശോകൻ, AG റസീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുസ്തക വിതരണവും ജൂൺ 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, ജീവകാരുണ്യ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണ നിലനിർത്താൻ കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരവും സ്നേഹാദരവും അനുസ്മരണവും 10 നടക്കും. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തും. വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ T. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മങ്ങാട് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും MLA-യുമായ ഡോക്ടർ MK മുനീർ, മുൻ മന്ത്രിയും കൊല്ലം പാർലമെന്റ് അംഗവുമായ NK പ്രേമചന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും. 25,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു എന്നിവർ മെട്രോ അനുസ്മരണം നടത്തും. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ E. ചന്ദ്രശേഖരൻ, LA നെല്ലിക്കുന്ന, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M. രാജഗോപാലൻ, AKM അഷ്റഫ്, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുജീബ് മെട്രോ എന്നിവർ ആദര സമർപ്പണം നടത്തും. ആദരം ഏറ്റുവാങ്ങുന്നവരെ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ A. ഹമീദ് ഹാജി പരിചയപ്പെടുത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ സൊസൈറ്റി മുഖ്യ രക്ഷാധികാരി പാലക്കി C. കുഞ്ഞാമത് ഹാജി, ചെയർമാൻ T. അബൂബക്കർ ഹാജി, കൺവീനർ T. റംസാൻ, കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, ഡയറക്ടർമാരായ A. ഹമീദ് ഹാജി, MK ലത്തീഫ്, AK മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാത്തത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ആരോപണം. BMS ഹൊസ്ദുർഗ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി.
പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത ബസ്സുകൾക്ക് തുറന്നുകൊടുക്കാതെ പൊതുജനങ്ങളെയും മോട്ടോർ തൊഴിലാളികളെയും വ്യാപാരികളെയും ദുരിതത്തിൽ ആക്കുകയും വാഹനങ്ങൾ മണിക്കൂറുകളോളം നിർത്തിയിടേണ്ട സാഹചര്യവും ഉണ്ടാക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. കൂടാതെ ബസ് സ്റ്റാൻഡിന് അനുബന്ധ റോഡായ ശ്രീകൃഷ്ണ മന്ദിർ റോഡും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥത എന്നാരോപിച്ചാണ് ഭാരതീയ മസ്ദൂർ സംഘ് ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം നടത്തിയത്. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഇനിയും നടത്തിയില്ലെങ്കിൽ നഗരസഭ സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനെതിരെയും ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും BMS ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി പറഞ്ഞു. BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു ഓട്ടോറിക്ഷയുമായി ടൗണിൽ വന്നു കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന തൊഴിലാളികളെ ഇറക്കാൻ പോലും സൗകര്യമില്ലാതെ നെട്ടോട്ടമിടുന്ന ഓട്ടോ തൊഴിലാളികൾ, ഇവിടെ ബസ് സ്റ്റാൻഡിലെത്തുന്ന സാധാരണ ജനങ്ങൾ, മലയോര മേഖലകളിലേക്ക് എത്തുന്ന സാധാരണ ജനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഏതിലാണ് ബസ്സിൽ കയറേണ്ടത്, എവിടെയാണ് ബസ് നിൽക്കേണ്ടത് എന്നുപോലും അറിയാതെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് ബസ് എങ്ങോട്ട് പോകണം, ഏത് റൂട്ടിലേക്ക് ബസ് പോകുന്നവർ പോലും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. BMS ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ജില്ലാ ഉപാധ്യക്ഷൻ ഭരതൻ കല്യാൺ റോഡ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ വാഴക്കോട്, പ്രദീപ് കേളോത്ത്, മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട് എന്നിവർ സംസാരിച്ചു. പുതിയകോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സുധീഷ് മുത്തപ്പൻതറ, സുനിൽ ശിവജി നഗർ, ഗിരീഷ് കാട്ടുകുളങ്ങര, ബാലകൃഷ്ണൻ സൂര്യോദയം, കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, രാകേഷ് തങ്കമണി പുതിയകണ്ഠം, വാസന്തി പുതിയകണ്ഠം, മനോജ് കല്യാണം, ഗോപാലകൃഷ്ണൻ, ശാന്തി ചെമ്മട്ടംവയൽ എന്നിവർ നേതൃത്വം നൽകി. കുഞ്ഞികൃഷ്ണൻ പുലൂർ സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുഞ്ഞിളം കൈകളിൽ കുഞ്ഞിളം തൈകൾ പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ച് മേലാങ്കോട്ട് കണ്ണൻ നായർ സ്കൂൾ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ കുഞ്ഞിളം കൈകളിൽ കുഞ്ഞിളം തൈകൾ എന്ന വ്യത്യസ്ത പരിപാടിയുമായി പഠനത്തോടൊപ്പം മറ്റ് മേഖലയിലും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് വൃക്ഷത്തൈകൾ എത്തിക്കുകയും അത് കുട്ടികളും ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ആളുകൾ, അധ്യാപകർ എന്നിവർ ചേർന്ന് വിദ്യാലയ അങ്കണത്തിൽ വെച്ചുപിടിപ്പിക്കുകയും അത് കൃത്യമായി പരിപാലിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വ്യത്യസ്ത പരിപാടിയാണ് സ്കൂളിൽ പരിസ്ഥിതി ദിനത്തിൽ നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർമാൻ P അപ്പുക്കുട്ടൻ, മദർ PTA പ്രസിഡന്റ് K മഞ്ജു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K പ്രസേനൻ, പരിസ്ഥിതി ക്ലബ് കൺവീനർ SS സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP പാതയിൽ അപകടങ്ങൾ തുടർക്കഥ. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പാലക്കുന്നിലും ചെമ്മനാട്ടിലും ലോറികൾ മറിഞ്ഞ് അപകടം. P ബാലകൃഷ്ണൻ നായർ ഇനി ക്രൈംബ്രാഞ്ച് SP. കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായാണ് പുതിയ ചുമതല. ടാറിംഗ് കഴിഞ്ഞ് 40 ദിവസത്തിനകം തകർന്ന് കോട്ടക്കണി ബട്ടംപാറ അശോക് നഗർ റോഡ്. വിജിലൻസ് അന്വേഷണം തുടങ്ങി. അബ്ദുൽ റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. സ്റ്റാർട്ടാക്കുവാനുള്ള ശ്രമത്തിനിടെ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 1.5 വയസ്സുകാരിക്ക് ദാരുണ മരണം. മുള്ളേരിയയിലായിരുന്നു സംഭവം. ലോക ക്ഷീരദിനം. മധൂരിൽ ക്ഷീര കർഷകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.